മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ നാടൻ അരിമുളകിൻ്റെ വള്ളി നടുന്ന വീഡിയോ ആണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. നാടൻ അരിമുളക് നാടൻ ഇനത്തിൽപ്പെട്ട ഏറ്റവും ആദായകരമായ ഒരു കുരുമുളകിനമാണ് നാടൻ അരിമുളക്. അത് മറ്റ് നാടൻ ഇനങ്ങളെപ്പോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂടുതലുണ്ട്, അതുപോലെ തന്നെ ഉൽപ്പാദനവും കൂടുതലുണ്ട്. അതിലുണ്ടാകുന്ന കുരുമുളക് നണികൾക്ക് അല്പം വലിപ്പം കുറവുണ്ടാകും എന്നുണ്ടെങ്കിലും വലിയ ഉൽപ്പാദനം പ്രതീക്ഷിക്കാവുന്നതും ഒക്കെയുള്ള ഒരു കുരുമുളകിനമാണ് നാടൻ അരിമുളക്. നാടൻ ഇനങ്ങളുടെയൊക്കെ വള്ളികൾ കിട്ടാൻ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് എനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരു മുളകിൽ നിന്നും എടുത്ത 3 വള്ളികളാണ്. അപ്പോൾ ഇത് വള്ളികൾ കണ്ടിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. വള്ളികൾ കണ്ടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളങ്ങൾ മേൽപോട്ട് ഇരിക്കുന്ന ഭാഗം നോക്കി വേണം നമ്മൾ തറയിൽ നടാൻ. അപ്പോൾ മുളക് പൊടി ഇടാൻ പറ്റുന്ന ഒരു സമയമാണ്. നാടൻ ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രതിരോധ ശേഷി കൂടുതലുണ്ട്, വലിയ വളമൊന്നും വേണ്ട. അതുപോലെ തന്നെ മരങ്ങളിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ സാധിക്കും, വലിയ മരങ്ങളിൽ. ഇതിപ്പം ഒരു പ്ലാവാണ്. അപ്പോൾ ഈ പ്ലാവിലാണ് നമ്മളിത് നടുന്നത്. കാരണം നാടൻ ഇനങ്ങൾക്ക് വലിയ സൂര്യപ്രകാശമോ ചൂടോ ഇല്ലാതെ തന്നെ മരങ്ങളിൽ കയറി പടർന്ന് അത് നമുക്ക് കായ്കൾ തരും. പഴയ കാലങ്ങളിലൊക്കെ കർഷകർ അങ്ങനെയായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നടുന്ന വിധമാണ് നോക്കുന്നത്. നമ്മൾ തടം ഇവിടെ നമ്മൾ നേരത്തെ എൻ്റെ ഒരു തടം വെട്ടിയിട്ടിരുന്നു. തടം നമ്മൾ റെഡിയാക്കി. ഈ തടത്തിലാണ് 3 മുട്ട് മിനിമം 3 മുട്ട് മണ്ണിലിരിക്കത്തക്ക രീതിയിൽ വേണം നമ്മളിത് നടാൻ. ഓക്കെ, ഇപ്പോൾ മണ്ണിൽ വെച്ചു, ഇങ്ങനെ വെട്ടിയിടുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുരുമുളകിന് ഒരു കാരണവശാലും തടം കിടക്കരുത്, അതായത് കുഴി കിടക്കരുത്. കാരണം കുഴി കിടന്നാൽ മഴ പെയ്യുമ്പോൾ വെള്ളം കുഴിക്കകത്ത് നിറഞ്ഞു നിന്ന് ആ മുളക് വള്ളി അഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ തടം കൂടുതലും കുഴി കിടക്കരുത്. അതുപോലെ ചുവട് നന്നായി അമർത്തിയതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചുവട്ടിൽ ഈർപ്പം നിലനിർത്താനും ഒക്കെ ആയിട്ട് അല്പം കരിയില ഇടണം. നമ്മൾ ഇതിൻ്റെ തടത്തിൽ കരിയില ഇട്ടു. കരിയില ഇടുന്നതിൻ്റെ 2 കാരണങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നുണ്ടേ ധാരാളം വെള്ളം നേരിട്ട് അവിടെ പതിയത്തില്ല. കരിയില പിടിച്ചെടുത്ത് കുറേശ്ശെ മാത്രമേ വിട്ടു കൊടുക്കത്തുള്ളൂ. അങ്ങനെ കുരുമുളക് വള്ളിക്ക് കേടില്ലാതിരിക്കും. പിന്നീട് നമ്മൾ വെക്കാൻ പോകുന്ന ഇതേപോലെ 2 ഓലയുടെ മുറിയാണ്. അത് ഈ കാറ്റടിച്ചു ഒന്നും ഇത് പറന്നു പോകാതിരിക്കാനും കിളികളും കോഴികളും ഒന്നും വന്ന് ചെതഞ്ഞ് കളഞ്ഞായിരിക്കാനും വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത്. പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ കുരുമുളക് വള്ളി എവിടെ നമ്മൾ കൃഷി ചെയ്താലും എവിടെ ഇട്ടാലും അതിനൊരു സൂര്യപ്രകാശം നേരിട്ട് കുറച്ച് ദിവസത്തേക്ക് പതിക്കാതിരിക്കാൻ വേണ്ടി എന്തിൻ്റെയെങ്കിലും തൂപ്പ്, അതായത് കമ്പുകൾ, ഒരു വെയിൽ
പതിയാതിരിക്കാൻ വേണ്ടി നമ്മൾ കുത്തി കൊടുക്കണം. നമ്മളിപ്പോഴേ ഈ പാല നമുക്കറിയാം, ഈ പാല പെട്ടെന്നൊന്നും ഇതിൻ്റെ ഇല പൊഴിഞ്ഞു പോകത്തില്ല. ഒരാഴ്ചയോളമൊക്കെ ഇല ഇതാ നിൽക്കും, അതിന് ശേഷമേ പൊഴിഞ്ഞു പോകത്തുള്ളൂ. പാലയോ അല്ലെങ്കിൽ ആഞ്ഞിലി അങ്ങനെയൊക്കെയുള്ള പറങ്കാവ് ഇതിൻ്റെയൊക്കെ കമ്പുകളാണ് സാധാരണ ഇങ്ങനെ കുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്രയും ചെയ്താൽ മതി. ഏതാണ്ടൊരു 1.5-2 മാസം ആകുമ്പോഴത്തേന് നമ്മുടെ ഈ മുളക് ചെടിയിൽ പുതിയ ഇലകൾ വരും. അത് പിന്നീട് നമുക്ക് ഈ പ്ലാവിലോട്ട് പടർത്തി കയറ്റണം. അതിന് ഇത്ര നീളമുള്ള ഏതെങ്കിലും ഒരു കമ്പ് നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കൊടുത്താൽ മതി. തീർച്ചയായിട്ടും അവിടെ ചെറിയ വാഴവള്ളി ഉപയോഗിച്ചൊന്ന് കെട്ടിയും കൂടെ കൊടുക്കാമെങ്കിൽ അത് കയറും. 2 കൊല്ലം കഴിയുമ്പോഴത്തന്നെ നല്ല രീതിയിൽ വളമൊക്കെ ചെയ്യണം. ഇപ്പോൾ വളമൊന്നും ചെയ്യേണ്ട. പിടിച്ചതിന് ശേഷം വേര് പിടിച്ച് പുതിയ വള്ളി രൂപപ്പെടുന്നുണ്ടെങ്കിൽ ചാണകപ്പൊടിയും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ഒക്കെ അടങ്ങുന്ന മിശ്രിതമൊക്കെ ഇട്ട് 2 കൊല്ലം 2 പ്രാവശ്യം വർഷത്തിൽ 2 പ്രാവശ്യം വളമൊക്കെ ഇട്ട് കൊടുക്കുകയെങ്കിൽ 2ാമത്തെ കൊല്ലം നിറയെ ആദായം കിട്ടും. വളരെ ലാഭകരമായി നമുക്ക് വളർത്തി കൊണ്ടുപോകാനും ആദായം എടുക്കാനും കഴിയുന്ന ഒരു കുരുമുളകിനമാണ് നാടൻ അരിമുളക്. അതുപോലെ തന്നെ ഔഷധ ഗുണത്തിൻ്റെ കാര്യത്തിലും ഒട്ടും പുറകിലല്ല. നമുക്ക് നല്ല ആദായം തരുന്നതാണ്. ഒരു കൊടിയിൽ നിന്നുണ്ടെങ്കിൽ നല്ലൊരു കൊടിയിൽ നിന്ന് ഏതാണ്ട് നല്ലൊരു വരുമാനം നമുക്ക് ലഭിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ കുറ്റിക്കുരുമുളകും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കുറ്റിക്കുരുമുളക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതെങ്ങനെയാണ് പരിചരിക്കുന്നതൊക്കെ ഉള്ളൊരു മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. തീർച്ചയായിട്ടും ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് പങ്കുവെക്കാനും ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് താല്പര്യം ഉള്ള പക്ഷം ദയവായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ ഉണ്ടാകണം അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.